ഹലോ ഗായ്സ്, നൈറ്റിൽ നിന്ന് എങ്ങനെയാണ് പലാസോയും കഫ്താനും തയ്ക്കാൻ പറ്റുകയെന്ന് നമുക്ക് വീട്ടിലൊക്കെ ഇടാനുള്ള രീതിക്ക് തയ്ച്ചെടുക്കാൻ പറ്റുകയെന്ന് നോക്കാം. എന്നാൽ ആദ്യം നമ്മൾ നൈറ്റിയുടെ രണ്ട് സൈഡിലുള്ള സ്റ്റിച്ച് അഴിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ അതിൻ്റെ ഒരു എൻഡ് ഇങ്ങനെ മടക്കി വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം മറ്റേ എൻഡ് പിടിച്ച് അതും ഇതേ സെയിമായിട്ട് രണ്ടായിട്ട് മടക്കി നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ചുളുക്ക് മടവെല്ലാം മടക്കും എല്ലാം കറക്റ്റായിട്ട് എൻഡൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ നമുക്ക് കംഫർട്ടായിട്ട് കട്ട് ചെയ്യാനും വരയ്ക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലത്ത് ഞാൻ നിലത്താണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ അളവിനുള്ളൊരു പലാസോ പാൻ്റ് എടുത്ത് അതിലിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം ലെങ്ത്ത് അടയാളപ്പെടുത്തി ലെങ്ത്ത് നീളത്തിന് വരച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ നീളത്തിന് ഓരോ വര വരച്ചിട്ട് അതേ കണക്ക് നീളത്തിനൊരു വെട്ടും കൂടെ വെട്ടിയതിന് നമ്മുടെ കഫ്താൻ്റെ കട്ടിങ് കഴിഞ്ഞു. കാരണം നല്ല ഈസിയാണ്. നമ്മൾ ഒരു നീളത്തിനൊരു വര വരച്ച് ആ നീളത്തിനുള്ള വെട്ട് വെട്ടി കഴിയുമ്പോൾ തന്നെ നമ്മുടെ പലാസോയുടെ ഏകദേശ രൂപം റെഡിയായി. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങും കൂടെ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ താഴത്തെ ഭാഗമാണ് ഹിപ്പിലെടുക്കുന്നത്. കാരണം നമുക്ക് നൂല് കയറ്റി വിടാനുള്ള ഓൾറെഡി ഉള്ളൊരു മടക്കയടി അതിനകത്തുണ്ടായിരിക്കും. അപ്പം ഞാൻ ലെങ്ത്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയും കൂടെ നീളത്തിന് വരച്ച ആ വരയും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ രണ്ട് കാലും റെഡി ആയിട്ടുണ്ട്. പലാസോയുടെ രണ്ട് കാല് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ ആ മടക്കയടി വിട്ടിട്ട് അതിൻ്റെ താഴോട്ടുള്ള രണ്ട് സൈഡിലും താഴോട്ടുള്ള ആ ഒരു ഇങ്ങനെ ഒരു കർവ് വരുന്നില്ലേ, അതുവരെ നമ്മൾ തയ്ച്ചെടുക്കണം. ഞാൻ പിടിച്ച ആ പോർഷൻ വരെ നമ്മളൊന്ന് തയ്ച്ചെടുക്കണം. മടക്ക് വിട്ടതിന് ശേഷം ആ പോർഷൻ വരെ ഒന്ന് തയ്ച്ചെടുത്തതിന് ശേഷം നൂത്തെടുക്കുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ പാൻറ്റ് റെഡിയായി. ഇനി നമ്മൾ ചെയ്യാനുള്ള എന്തെന്ന് വെച്ചാൽ അതിൻ്റെ തുമ്പൊന്ന് മടക്കി അടിച്ചതിന് ശേഷം ആ ഒരു നമ്മുടെ കാലിൻ്റെ ആ ഒരു ഭാഗമില്ലേ ത്രികോണം പോലെ വരുന്ന ആ പോർഷനും കൂടെ ഒന്ന് തയ്ച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പലാസോ ഓൾ സെറ്റ്. ഇനി നമുക്ക് അതിൻ്റെ ഹിപ്പിൻ്റെ ഭാഗം വന്നിട്ട് കണ്ട ഇതുവഴിയാണ് നൂല് കടത്തിരുന്നത്. ഹിപ്പിൻ്റെ ഭാഗം കൂടെ ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പലാസോ റെഡി. ഇനി നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ കഫ്താൻ്റെ പരിപാടിയാണ്. അതിന് ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് ഞാനൊരു 26-27 ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ആ ലെങ്ത്ത് എടുത്ത് അടയാളപ്പെടുത്തി കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ട് സൈഡിൻ്റെയും സ്റ്റിച്ച് ഒന്ന് അഴിച്ചെടുത്ത് ഇതേപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ കറക്റ്റ് നല്ല വശം അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏത് പോർഷനാണോ വെച്ചിട്ട് നാലായിട്ടൊന്ന് മടക്കിയതിന് ശേഷം, അതായത് രണ്ട് പീസ് രണ്ടായിട്ട് മടക്കുമ്പോൾ 4 ഉണ്ടല്ലോ, അങ്ങനെ മടക്കിയിട്ട് നമ്മൾ അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിനി വേണ്ടത് നമ്മുടെ കഴുത്തിൻ്റെ പരിപാടിയാണ്. കഴുത്തിന് ലെങ്ത്തും വിഡ്ത്തും ഒക്കെ നമുക്ക് എത്രയാണോ ആവശ്യം ആ ഒരു സംഭവം ഒന്ന് അളന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഞാനൊരു 4ഉം 5ഉം ആ ഒരു രീതിക്കൊക്കെയാണ് എടുത്തതിന് ശേഷം ബാക്കും ഫ്രണ്ടും കഴുത്തും ഞാൻ ഈ ഒരു സിമ്പിളായിട്ട് പോലെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിടാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മളതിനെ നൂത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ അതിൻ്റെ ഷോൾഡർ അടിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഒരു പീസും കൂടെ അതിന് വേണം, ഒരു നീളമുള്ള പീസ് എന്തെന്ന് വെച്ചാൽ നമുക്ക് കഴുത്തൊന്ന് പട്ട വെച്ച് അടിക്കുമല്ലോ, അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നീളമുള്ളൊരു പീസ് ഞാൻ വെട്ടിയെടുത്തത്. അതിന് ശേഷം ഇതേപോലെ കുറച്ചുകൂടെ നീളത്തിനെടുക്കണം. നമുക്ക് കഴുത്തിങ്ങനെ റൗണ്ടിന് ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ മടക്കി അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഷോൾഡർ അടിക്കണം. ഈ രണ്ടിൻ്റെ ഷോൾഡർ അടിച്ചതിന് ശേഷം കഴുത്ത് തയ്ക്കുമ്പോൾ കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ആദ്യം ഷോൾഡർ അടിച്ചതിന് ശേഷം ഇതേ കാണുന്ന പോലെ ആ കട്ട് പീസ് രണ്ടായിട്ട് മടക്കി നല്ല വശത്തൂടെ ഒരു സ്റ്റിച്ച് നമ്മൾ റൗണ്ടായിട്ട് കൊടുക്കണം. മുഴുവൻ ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നീളത്തിനുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. ഫ്രണ്ട് സൈഡിൽ നല്ല വശവും നമ്മുടെ കട്ട് പീസിൻ്റെ ആയിരുന്നാലും നമ്മുടെ തുണിയുടെ ആയിരുന്നാലും നല്ല വശത്ത് വെച്ചാണ് തയ്ക്കാൻ. തയ്ച്ചതിന് ശേഷം ഇതിൽ കാണുന്നത് പോലെ തിരിച്ച് മടക്കി അകത്തോട്ട് അഴുക്ക വശത്തോട് നമ്മളിങ്ങനെ മടക്കി ഒരിക്കൽ കൂടെ റൗണ്ട് അടിച്ച് നമ്മുടെ കഴുത്ത് ശരിയായി. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് എൻഡ് ഉണ്ടല്ലോ, നമുക്ക് കൈയൊക്കെ വരുന്ന ഭാഗം നമ്മുടെ താഴോട്ട് ഇങ്ങനെ വെറുതെ കിടക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ ഒന്ന് നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കണം. ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലോട്ട് നല്ല നീളത്തിന് ഇങ്ങനെ തയ്ച്ചെടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ്. പിന്നെ നമുക്ക് നമ്മുടെ അളവിനുള്ളൊരു കഫ്താനോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തേക്കിട്ട് ഇതേപോലൊരു വഴ കൊടുത്ത് പുറത്തൂടെ തന്നെ നല്ല വശത്തൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്താൽ നമ്മുടെ കഫ്താൻ റെഡി. എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ ഗായ്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.